ശലോമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. ഹലോ ഗൈസ്, നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും ഇഷ്ടം പോലെ പ്രാവശ്യം ഊട്ടി പോയിട്ടുണ്ടാവും. പക്ഷേ ഊട്ടിയിൽ നമ്മൾ കാണാത്ത, നമ്മളധികം എക്സ്പ്ലോർ ചെയ്യാത്ത അതിമനോഹരങ്ങളായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അതിമനോഹരമായിട്ടൊരു താഴ്വര, ഒരു സ്ഥലം തേടിയിട്ടുള്ളൊരു യാത്രയിലാണ് നമ്മളിന്നുള്ളത്. ഊട്ടി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 50 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള അവലാഞ്ചി എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഞങ്ങളൊരു മൊത്തം 4 ദിവസം ഊട്ടിയിൽ സ്പെൻഡ് ചെയ്തെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അവലാഞ്ചി മാത്രമാണ്. അതിമനോഹരമായ യാത്രയായിരുന്നു. മാത്രമല്ല മഴക്കാലം കൂടിയായിരുന്നു. അത് വന്ന ടൈം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള ടൈമായിരുന്നു. അപ്പോൾ ആ മഴയത്ത് നിങ്ങൾ ഈ കാണുന്ന പോലെ റോഡെല്ലാം മഴയത്ത് ഇങ്ങനെ കുളിച്ച് ആ ഒരു ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവം, പിന്നെ ആ തണുപ്പും കോടയും എല്ലാം കൂടി നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ വരേണ്ടത് ആ ഒരു മൺസൂൺ ടൈമിലാണ് വരേണ്ട ഒരു സമയം. കാരണം അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗൂഡല്ലൂർ വഴിക്കാണ് പോകുന്നത്. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിമല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ട്രാവലറിലോ ബസ്സിലോ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽ കിട്ടില്ല. കാരണം നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ത്രില്ല് ഒരിക്കലും വേറൊരു വണ്ടി കയറി കഴിഞ്ഞാൽ കിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ മസനഗുഡി വഴി വരുന്നതാണ്. മസനഗുഡിയിൽ നിന്ന് ജസ്റ്റ് ഒരു 35 കിലോമീറ്റേഴ്സ് ഉള്ളൂ ഊട്ടി. ഗൂഡല്ലൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ നല്ല സീനിക് ആയിട്ടുള്ള റൂട്ടാണ്. മസനഗുഡി വെച്ച് നോക്കുമ്പോൾ ഒരു 30 കിലോമീറ്ററിൻ്റെ ദൂരം കൂടുതലുണ്ട് ഈ വഴിക്ക്. ഞങ്ങളെന്തായാലും ഈ ഒരു സീനറിയെല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം എന്നുള്ള പ്ലാൻ ഇട്ടിട്ടാണ് ഈ വഴിക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഈ മഴയത്തൊരു ചായ എല്ലാം കുടിച്ചിട്ട് പതുക്കെ പോവാം. നല്ല ചൂട് ചായയും അതിൻ്റെ കൂടെ നല്ല ചൂട് ബജി, മുളക് ബജി, പിന്നെ ആ ഒരു കോടയും ആ ഒരു മഴയും തരുന്ന ആ ഒരു ആംബിയൻസ്, ഇതൊക്കെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിക്കെല്ലാം വരുന്നത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു 2 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ ഊട്ടി എത്താറായി. അപ്പോൾ ഇന്ന് ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് നാളെ രാവിലെയാണ് അവലാഞ്ചി പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഉച്ച സമയമാണെങ്കിലും കാണുമ്പോൾ നേരം വെളുത്ത പോലെയാണ്. കാരണം നല്ല കോടയും മഴയൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ഫാബ് ഹോട്ടൽസിലാണ്. ഫാബ് ഹോട്ടൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ മാത്രമല്ല നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫാമിലി റൂംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി അവലാഞ്ചി കാണാൻ പോകാം. ഗുഡ് മോർണിംഗ്. അങ്ങനെ നേരെ ഞങ്ങൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ നേരെ നമ്മൾ അവലാഞ്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ ഊട്ടി ടൗണിൽ നിന്ന് അവലാഞ്ചി പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ടൗണിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്ററാണുള്ളത് അവലാഞ്ചി ലേക്കിലേക്ക്. 27 കിലോമീറ്റർ ഉള്ളെങ്കിലും എത്താനായിട്ടൊരു 1 hour മേലെ എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഹെയർ പിൻ ബെൻസൊക്കെ ഉള്ളൊരു വഴിയാണ്.
നമ്മളെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം. ഹെയർ പിൻ ബെൻഡെല്ലാം ചുറ്റിയിട്ട് താഴത്തേക്ക് ഇറങ്ങണം. നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും നിറയെ കൃഷി സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ചും ഊട്ടി ക്യാരറ്റ് കൃഷി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ പോകുന്ന വഴി. ക്യാരറ്റ് മാത്രമല്ല, കേബേജ് ഉണ്ട്, അതേപോലെ തന്നെ ബീട്രൂട്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൂടെ കൃഷി ചെയ്യും. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. മലയുടെ സൈഡിൽ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മലയുടെ സൈഡിലായിട്ട് അവർ തട്ടായിട്ടാണ് ഈ ഒരു ക്യാരറ്റിൻ്റെ കൃഷി ചെയ്യുന്നവർ. ഇന്നിപ്പം മഴ ഒഴിഞ്ഞേക്കാണ്. ഒരു ചെറിയൊരു മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രത്യേക തരം വൈബായാണ്. മൂന്നാറിൽ വട്ടവട പോലെ നമ്മുടെ ഊട്ടിയിൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ അവലാഞ്ചിക്ക് പോകുന്ന വഴി. റൈറ്റ് സൈഡിൽ കാണുന്ന ലേക്കാണ് അവലാഞ്ചി ലേക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഹെയർ പിന്നൊക്കെ ഇറങ്ങി താഴത്തേക്ക് ചെല്ലണം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് കാണുന്നതിനേക്കാളും ഭംഗി എന്ന് പറഞ്ഞാൽ ഈ മേലെന്ന് കാണുന്നതാണ്. നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് അന്ന് കാണാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മേലെന്നുള്ള വ്യൂ? ശരിക്കൊരു പടം വരച്ചു വെച്ച പോലില്ലേ? അപ്പോൾ അത്രയും മനോഹരമാണ് ഈ ഒരു താഴ്വര, ഈ ഒരു ലേക്ക് കാണാനായിട്ട്. അത് എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും മേലെന്ന് കാണാനാണ്. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. പക്ഷേ മേലെന്ന് കാണുമ്പോഴാണ് ആ ഒരു ഫുൾ ഏരിയ നമുക്ക് കവറായി കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി നേരെ അവലാഞ്ചി പിടിക്കാം. ഞങ്ങളിപ്പോൾ ഹെയർ പിൻ എത്താറായിട്ടുണ്ട്. ഹെയർ പിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ദൂരം പോകണം. നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസെൻഡിങ് മോഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് അവലാഞ്ചി പോണ വഴിക്ക് കയറി. ഇവിടെ നിന്ന് ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ആ 5 കിലോമീറ്റർ അവലാഞ്ചി ഫോറസ്റ്റ് ഉള്ളിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. അപ്പം ആ ഫോറസ്റ്റിൽ കടക്കാനായിട്ടൊരു ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. വണ്ടിക്ക് 50 രൂപ, പിന്നെ പെർ ഹെഡ് 20 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യും അവർ. മാത്രമല്ല നമ്മൾ അവിടെ പോയിട്ട് ജീപ്പ് സഫാരി എടുക്കുകയാണെങ്കിൽ ആ ജീപ്പിന് 2000 രൂപ ചാർജ് ഉണ്ട്. 2000 രൂപയ്ക്ക് ഒരു 8 പേർക്ക് ആ ജീപ്പിൽ പോവാം. അതൊരു 1 to 2 hours ഒരു ഓഫ് റോഡ് ഡ്രൈവാണ്. അവലാഞ്ചി ലേക്കിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് അവർ കൊണ്ടുപോകും. മെയിനായിട്ട് അതിൻ്റെ ഈ ഒരു ഫോറസ്റ്റിൽ കൂടെ പോകുന്നൊരു ജേണി തന്നെയായിരിക്കും അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവലാഞ്ചിയല്ല, പക്ഷെ അവർക്ക് വരുന്ന ഒരു വഴി, അതാണ് ഏറ്റവും മനോഹരം കാണാനായിട്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കൃഷി സ്ഥലങ്ങളും ഈ ക്യാരറ്റ് കൃഷിയും അതേപോലെ തന്നെ ഇടയ്ക്ക് തേയിലത്തോട്ടവും ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു റൂട്ടാണത്. എന്തായാലും നമുക്ക് കുറച്ച് ദൂരം ആ വഴിക്കൊക്കെ ഒന്ന് പോയിട്ട് അവലാഞ്ചി എത്തിയിട്ട് വീണ്ടും കാണാം. ഞങ്ങളങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് അവലാഞ്ചി ഫോറസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പം ഇതൊരു ചെറിയ വഴിയാണ്. ഈ വഴിക്ക് അപ്പുറത്തുനിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ വഴിക്ക് വരുമ്പോൾ ഹോണൊക്കെ അടിച്ച് കെയർഫുള്ളായിട്ട് പോകാം. നമ്മൾ ജീപ്പ് സഫാരി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ അവർ നമ്മൾ കൊണ്ടുപോകും. പക്ഷേ നമ്മളിപ്പോൾ സമയം വൈകിയത് കൊണ്ട് ആ ഒരു സഫാരി ഓപ്ഷൻ എടുത്തില്ല. പിന്നെ മാത്രമല്ല അത് ഓഫ് റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. മാത്രമല്ല ആ ഒരു പാക്കേജ് അധികം ആരെടുത്തും കാണാനില്ല. അതിൽ അനിമൽ സൈറ്റിംഗ് എല്ലാം കിട്ടുന്നതാണ് പറയുന്നവർ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു പാക്കേജ് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ അവലാഞ്ചി പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം വണ്ടിയുടെ പാർക്ക് ചെയ്തു. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. മാത്രമല്ല ഇവിടെ വലിയ വണ്ടികളും കയറി വരുന്നുണ്ട്.
ഈ ഭാഗത്തേക്ക് ഈ ഒരു സ്റ്റോപ്പിലേക്ക് ഈ ഒരു അറ്റം വരെ ബസ് വരുന്നുണ്ട്. നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ് ഈ ഒരു പോയിൻ്റ് വരെ വരും. അപ്പം വലിയ വണ്ടിക്ക് ഈസിയായിട്ട് കയറിപ്പോരുന്ന സ്ഥലമാണ്. ഇവിടെ തമിഴ്നാട് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയൊരു ക്യാൻറ്റീൻ സെറ്റപ്പ് ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല സ്നാക്സും സംഭവമൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നൂഡിൽസും ചായ എല്ലാം വാങ്ങി കഴിച്ചു. അപ്പം ഇവിടേക്ക് ഈ ലേക്കിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈൻ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം ലേക്കിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട്. നിങ്ങൾക്ക് ബസ്സിലോ ട്രാവലറിലോ അതോ ചെറിയ വണ്ടിയിലോ എങ്ങനെ വേണമെങ്കിലും വരാം. അത്രയും റീച്ചബിൾ ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ഒരു അവലാഞ്ചി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ജീപ്പ് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിയാണ് ജീപ്പ് കൊണ്ടുപോകുന്ന വഴി, സഫാരി പോകുന്ന വഴി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ളൊരു പ്രവേശനമൊന്നുമില്ല, നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പ്രവേശനമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ലേക്കിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ലേക്ക്, അവലാഞ്ചി ലേക്ക്. കാണാൻ വളരെ വളരെ ഭംഗിയുള്ള ലേക്കാണ്, ഒരു രക്ഷയില്ല. ചെറിയ ചാറ്റൽ മഴയ്ക്കും പെയ്യുണ്ട്. ഈ ലേക്ക് അങ്ങോട്ട് പോയിട്ട് ഇതാണ് നമ്മൾ ഏറ്റവും മേലെന്ന് കാണുന്നത്. പക്ഷേ മേലെന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മനോഹരമാണ്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ നല്ല നല്ല സ്പോട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല നല്ല സ്പോട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ അവലാഞ്ചി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ നോക്കുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോ ഒരു ഫോറസ്റ്റ് വീഡിയോ ആണ്, ഗോപിനാഥം ഫോറസ്റ്റിലേക്കുള്ളൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോ. നമുക്കപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.